മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകളും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ബാറ്ററി തന്നെയാണ്. ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആകുക, ബാറ്ററിയുടെ ആ ഒരു ഭാഗം പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക, മൊബൈൽ പെട്ടെന്ന് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഒരുപാട് ആളുകൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് മൊബൈലിൻ്റെ അകത്തുള്ള സെറ്റിങ്സിൽ ചില മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൊബൈലിലെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കാരണം നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസും നിങ്ങൾക്ക് കൂട്ടുവാനും സാധിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ബാറ്ററി സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനു പുറമെ ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലായാലും ഫേസ്ബുക്ക് പേജിലായാലും ഇതേ പേരിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായിട്ട് ഇവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ സെറ്റിങ്സിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ പവർ സേവിംഗ് എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പവർ സേവിംഗ് എന്ന ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പവർ സേവിംഗ് മോഡ് ഓപ്പൺ ആക്കുമ്പോൾ എന്തൊക്കെ ഓഫ് ആകണം അതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും മുകളിൽ ടേൺ ഓഫ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലിമിറ്റ് CPU സ്പീഡ് ടു 70% അതും ഓണിൽ കൊടുക്കുക. ഇവിടെ ഡിക്രീസ് ബ്രൈറ്റ്നെസ് ബൈ 70% അതും ഓണിൽ വെച്ച് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ടേൺ ഓഫ് 5G എന്ന ഭാഗം ഞാൻ ഓൺ ചെയ്തിട്ടില്ല. കാരണം ഇത് ഓൺ ചെയ്താൽ പിന്നെ 5G വർക്കാകുകയില്ല. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് വർക്കാകേണ്ടത് അത് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ഓണിൽ വെച്ച് കൊടുക്കുക. 5G മൊബൈലാണല്ലോ, അപ്പോൾ 5Gയുടെ ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാനത് ഓൺ ചെയ്ത് കൊടുക്കുന്നില്ല. അത് ഓൺ ചെയ്താൽ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓഫിലേക്ക് പോകും. അപ്പോൾ ഏതൊക്കെയാണ് ഓഫിലേക്ക് പോകേണ്ടത് അത് മാത്രം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ലിമിറ്റ് ആപ്സ് ആൻഡ് ഹോം സ്ക്രീൻ എന്ന ഭാഗവും ഞാൻ ഓഫ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓണിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ 5G എനിക്കിപ്പോൾ വർക്കാവും. മറ്റുള്ള ആ ഒരു ഞാൻ സെലക്ട് ചെയ്തതൊന്നും തന്നെ ഇനി വർക്കാകുകയില്ല. ഓക്കെ, ആ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്ന ഭാഗം നിങ്ങൾ ഓണിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നെവർ ഔട്ട് ഓഫ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻസിൽ നോട്ടിഫിക്കേഷൻ സ്ഥിരമായിട്ട് വരേണ്ടത് അത് മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഇവിടെ മുകളിൽ പ്ലസ് ഐക്കണുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് അത് മാത്രം ഈ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ വാട്സപ്പ് മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പ് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്കാകേണ്ടതാണ്. സ്ലീപ്പിംഗ് മോഡിലേക്ക് എനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ വാട്സപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ സ്ലീപ്പിംഗ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫയൽ ബൈ ഗൂഗിൾ എന്നൊരു ആപ്ലിക്കേഷൻ സ്ലീപ്പിംഗ് ആപ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എനിക്ക് വീണ്ടും ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഒരുവിധം ആപ്ലിക്കേഷൻസുകളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഇവിടെ സ്ലീപ്പിംഗ് ആപ്സിലേക്ക് കൊണ്ടുവന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകും. ഇവിടെ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഞാൻ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുകയേ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യത്തിന് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ വർക്കായാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ മുകളിൽ പ്ലസ് ഐക്കണുണ്ട്. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടാത്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീപ്പ് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറും. പിന്നെ അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുകയേ ഇല്ല. എപ്പോഴാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ ആപ്ലിക്കേഷൻസുകൾ വർക്കാകുകയുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഇതിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ഒന്നുകൂടി ഞാൻ ബാക്ക് വരികയാണ്. ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കമ്പനി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഏറ്റവും മുകളിൽ എഴുതിയിട്ടുള്ളത് 100% നിങ്ങൾ ഡെയിലി ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഡാമേജ് ആകാനും ബാറ്ററി പെർഫോമൻസ് കുറയാനും ചാൻസ് ഉണ്ട് എന്നാണ്. മൂന്നിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ബേസിക് എന്ന ഭാഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചാർജ് ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ അതിൽ 100% ആകും. പിന്നെ 95%ത്തിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചാർജ് ആകും. തൊട്ട് താഴെ കാണുന്ന അഡാപ്റ്റീവ് എന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജ് ഫുൾ കുത്തിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ 80% അതിലേക്ക് കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് 100%ത്തിലേക്ക് മാറും. എന്നാൽ ഇവിടെ ഏറ്റവും താഴെ മാക്സിമം എന്ന ഭാഗത്ത് നിങ്ങൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ 80%ത്തിലേക്ക് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ടാവും. പിന്നെ അതിന് മേലെ നിങ്ങൾക്ക് ചാർജ് ആകാൻ സാധിക്കില്ല. ഇതാണ് ഏറ്റവും നല്ലത് എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് തിരഞ്ഞെടുക്കില്ല. കാരണം നമുക്ക് 100% എന്തായാലും വേണം എന്നുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലുള്ള ബേസിക് എന്ന ഭാഗം തന്നെയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ കമ്പനി പറയുന്നത് ഏറ്റവും നല്ലത് മാക്സിമം എന്ന ഈ ഒരു 80% മാത്രം നിങ്ങൾ ചാർജ് ചെയ്യുക എന്നാണ്. പക്ഷേ നമുക്ക് അത്രയും ചാർജ് ചെയ്താൽ നമുക്കൊരിക്കലും തൃപ്തിയാകില്ല. അതുകൊണ്ട് ബേസിക് എന്ന ഭാഗം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടും എനിക്ക് ബാറ്ററിയുടെ പ്രശ്നം അത്ര കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ബേസിക് തന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങളും അങ്ങനെ കീപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ ബാക്ക് വരികയാണ്. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി യൂസായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചാർജിങ് സെറ്റിങ്സ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ്. അതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഏറ്റവും മുകളിലുള്ള ഷോ ചാർജിങ് ഇൻഫർമേഷൻ അതും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ഇവിടെ ഷോ ബാറ്ററി പെർസെൻറ്റേജ് എന്ന ഭാഗത്ത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം ഏറ്റവും മുകളിൽ ഇവിടെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണുന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ ബാറ്ററി ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാറ്ററി സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ബാറ്ററി ലെവൽ, ബാറ്ററി കപ്പാസിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. വീണ്ടും ഞാൻ ബാക്ക് വന്നു. ഇവിടെ ബാറ്ററി എന്നതിന് തൊട്ട് മുകളിലായിട്ട് ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ലൈറ്റ് മോഡിലാണെങ്കിൽ നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇവിടെ ബ്രൈറ്റ്നസ് എന്ന ഭാഗത്ത് ഈ ഒരു ലെവലിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന ഭാഗം നിങ്ങൾ ഓഫിൽ കൊടുക്കുക. എക്സ്ട്രാ ബ്രൈറ്റ്നസ് എന്ന ഭാഗവും നിങ്ങൾ ഓഫിൽ കൊടുക്കുക. അതുപോലെ തന്നെ മോഷൻ സ്മൂത്ത്നെസ് എന്ന ഭാഗം സ്റ്റാൻഡേർഡ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഐ കംഫോർട്ട് ഷീൽഡ് എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന സ്ക്രീൻ മോഡ് എന്ന ഭാഗം വിവിഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഈ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. അതിനുശേഷം ഇവിടെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ QHD എന്നാണ് നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഇവിടെ FHDയിലേക്ക് മാറ്റി കൊടുക്കുക. HDയിലേക്കൊന്നും മാറ്റി കൊടുക്കേണ്ട, FHD മാറ്റി കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സ്ക്രീൻ ടൈം ഔട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഞാനിപ്പോൾ 5 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്, അതിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ 15 സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ എഡ്ജ് പാനൽ എന്ന ഭാഗത്ത് ഓണിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ ആക്സിഡൻ്റൽ ടച്ച് പ്രൊട്ടക്ഷൻ എന്ന ഭാഗം ഓണിൽ കൊടുക്കുക. ടച്ച് സെൻസിറ്റിവിറ്റി എന്ന ഭാഗവും ഓണിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഷോ ചാർജിങ് ഇൻഫർമേഷൻ അതും നിങ്ങൾ ഓണിൽ കൊടുക്കുക. സ്ക്രീൻ സേവർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നൺ ആക്കി കൊടുക്കുക. സ്ക്രീൻ സേവർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഒരുപാട് നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ഓണിൽ കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്നിട്ട് ഇവിടെ വാൾപേപ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചേഞ്ച് വാൾപേപ്പർ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാൾപേപ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ കാണുന്ന ഡിം വാൾപേപ്പർ വെൻ ഡാർക്ക് മോഡ് ഈസ് ഓൺ എന്ന ഭാഗം കൂടി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.